ഹായ് നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ എൻ്റെ റെസിപ്പി പച്ചമാങ്ങ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ. ഇത് നമുക്ക് സൈഡ് ഡിഷായിട്ട് ബിരിയാണിക്കും ചോറിനും അതുപോലെ തന്നെ ദോശയ്ക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. മധുരവും പുളിയും ഒക്കെ ഇടകലർന്നിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ഡിഷാണ് കേട്ടോ. ഒരു പച്ചമാങ്ങ ചട്നിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കുകളും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും ഒക്കെ ചെയ്യണം. ഇതിലേക്ക് ഞാനൊരു 4 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ചെറിയ പീസുകളാക്കി എടുക്കാം. വളരെ ചെറുതാവരുത്, ഏകദേശം കുറച്ചൊരു വലുപ്പത്തിലുള്ള പീസുകളായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അടുപ്പത്തേക്ക് ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാൻ എടുത്ത് വയ്ക്കുന്നു. അതിലേക്ക് നമ്മൾ ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. പിന്നീട് ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നു. പിന്നീട് നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഉലുവയാണ് കേട്ടോ. ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നു. ചെറു ചൂടിൽ വെച്ച് ചേർത്ത് കൊടുത്താൽ മതി, ഓരോന്നോരോന്നായിട്ട്. പിന്നീട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കും. നമ്മൾ ആദ്യം സാദാ ജീരകമാണ് ചേർത്തത്. ഇത് കരിഞ്ജീരകം കൂടി ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും ടേസ്റ്റും കൂടി വരും കേട്ടോ. ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക. കടുകൊക്കെ പൊട്ടി വരണം. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നു. ഒരു 2 പച്ചമുളകാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നീട് കുറച്ച് കറിവേപ്പില കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക. പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നീട് അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കുന്നു. പിന്നീട് നമ്മൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ളൊരു വെള്ളം ചേർക്കുക. കുറച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ. ഒരു 1/2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം അധികമായാൽ അത് വറ്റി വരാൻ പ്രയാസമായിരിക്കും. മാങ്ങ വേവുന്നതിന് ആവശ്യമുള്ള വെള്ളം ചേർത്താൽ മതി. ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. പിന്നീട് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നു. ഞാൻ സാദാ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഇളക്കി ചേർത്തതിന് ശേഷം നമ്മളൊന്ന് മൂടി വെച്ചിട്ട് മാങ്ങ വേവാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വയ്ക്കുക. കുറച്ച് നേരം മാങ്ങ വേവിച്ചെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കുക. നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് തിളച്ച് വെന്തിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക. നമ്മളുടെ മാങ്ങയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അതിലേക്ക് ഏകദേശം ഒരു 100 ഗ്രാം ശർക്കര ചേർത്ത് കൊടുക്കുന്നു. നമ്മൾ ശർക്കരയും കൂടി ചേർത്ത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ല പുളിയും മധുരവും കൂടിയുള്ള ഒരു ചട്നിയാണ് കേട്ടോ ഇത്. നമ്മൾ 100 ഗ്രാം ശർക്കര കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ആ ശർക്കരയൊക്കെ എന്നതിൽ മാങ്ങയിലൊക്കെ പിടിച്ച് കിട്ടണം. കുറച്ച് നേരം കൂടി നമ്മൾ ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. നമ്മളൊന്ന് വേവിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ പണി. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ദോശയ്ക്കും ചപ്പാത്തിക്കും ചോറിനും ബിരിയാണിക്കും ഒക്കെ ഒപ്പം നമുക്കിത് ഉപയോഗിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്